ഇൻഫോടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗരോർജ്ജത്തെ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന സോളാർ പാനലുകളെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. മൈ നെയിം ഈസ് രഞ്ജിത്ത്. വെൽക്കം ടു മൈ അനദർ വീഡിയോ. വൈദ്യുതോർജ്ജം എന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. എന്തിനും നമുക്ക് വൈദ്യുതി വേണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒന്നിനോടല്ലെങ്കിൽ മറ്റൊന്നിനോട് വൈദ്യുതി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾ രൂക്ഷമായി ഊർജ പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, അതിനനുസരിച്ചുണ്ടാകുന്ന ഊർജ വിഭവങ്ങളുടെ അമിത ഉപയോഗവും ഊർജ പ്രതിസന്ധിക്ക് കാരണമാകുന്നു. ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതും പുനരുൽപാദനം ഇല്ലാത്തതുമായ ഫോസിൽ ഇന്ധനങ്ങളാണ് നമ്മൾ കുറെ കാലമായി പ്രധാനമായും ഉപയോഗിക്കുന്നത്. പ്രകൃതിദത്ത ഊർജ സ്രോതസ്സുകളായ കാറ്റ്, തിരമാല, സൗരോർജം എന്നിവയിൽ നിന്നുള്ള ഊർജം നാം വളരെ കുറച്ചു മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ മുഴുവൻ ഊർജാവശ്യങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സാണ് സൂര്യൻ. വസ്ത്രങ്ങളും ധാന്യങ്ങളും മറ്റും ഉണക്കിയെടുക്കുന്നതിനും വെള്ളവും അന്തരീക്ഷവും ചൂടാക്കുന്നതിനുമാണ് സാധാരണയായി സൗരോർജം ഉപയോഗിക്കുന്നത്. സൗരോർജത്തെ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ മനുഷ്യൻ്റെ ഇന്നത്തെ ഊർജാവശ്യങ്ങൾക്ക് അതൊന്നു മാത്രം മതിയാകും. ഫോട്ടോവോൾട്ടോയിക് സെല്ലുകൾ എന്നറിയപ്പെടുന്ന സോളാർ സെല്ലുകൾ ചേർത്തുണ്ടാക്കുന്ന സോളാർ പാനലുകൾ ഉപയോഗിച്ച് സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റി നമ്മുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. ഒരു ഫോട്ടോവോൾട്ടോയിക് സെല്ലായ സോളാർ സെല്ലിൽ പ്രകാശം പതിയുമ്പോൾ പ്രകാശത്തിലെ പ്രാഥമിക ഊർജ്ജങ്ങളായ ഫോട്ടോണുകൾ ഇലക്ട്രോണുകളായി മാറി വൈദ്യുതി സാന്നിധ്യത്തിന് വഴിയൊരുക്കുന്നു. തന്മൂലം പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സൗരോർജ്ജ സെല്ലുകളുടെ ശേഖരമാണ് സോളാർ പാനൽ. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ഒരു അർദ്ധചാലകമാണിത്. ഇതിൽ സിലിക്കൺ എന്ന മൂലകമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോട്ടോവോൾട്ടൈക് പ്രഭാവം മൂലമാണ് സോളാർ പാനലിൽ വൈദ്യുതി ഉണ്ടാകുന്നത്. സിലിക്കൺ പാളികളിൽ പതിക്കുന്ന സൂര്യപ്രകാശം അതിനുള്ള ആറ്റങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇലക്ട്രോണുകളുടെ ഈ പ്രവാഹമാണ് വൈദ്യുതോർജ്ജമായി മാറുന്നത്. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ബ്രാഡ് പിറ്റലാണ് സോളാർ പാനൽ കണ്ടുപിടിച്ചത്. ഒരു സോളാർ പാനലിൽ ഒട്ടേറെ ഫോട്ടോവോൾട്ടൈക് സെല്ലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാനലിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ ശരാശരി 18% വൈദ്യുതിയായി മാറുന്നത്. സൗരോർജ്ജത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന ഫോട്ടോവോൾട്ടൈക് പ്രഭാവത്തിൻ്റെ രഹസ്യം കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. 60കളിൽ തന്നെ ഫോട്ടോവോൾട്ടൈക് സെല്ലുകൾ വിപണിയിലെത്തി. പക്ഷേ വില വളരെ കൂടുതൽ. 1 വാട്ട് ശേഷിയുള്ള സെല്ലിൻ്റെ വില $100, അതായത് ഇന്നത്തെ 4300 രൂപ. ബഹിരാകാശ ആവശ്യങ്ങൾക്കായി ഉൽപാദനം വർദ്ധിച്ചതോടെ ചെലവ് കുറഞ്ഞ 100 എന്നത് 20, 10, 5 എന്നിങ്ങനെ ക്രമമായി കുറഞ്ഞ 90കളിൽ 1 വാട്ടിന് $3.50 അഥവാ 150 രൂപ എന്ന നിരക്കിലെത്തി. അതോടെ വൈദ്യുതി ഉൽപാദനത്തിൽ പുതിയൊരു യുഗം പിറന്നു. ഈ പുതിയ സോളാർ പാനലുകൾ വളരെ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റുകളാണ്. പരവാദിനി പോലെ അവ സൗകര്യം പോലെ വീടിന് മുകളിൽ വിതർത്തിയിടാം. പകൽ സമയത്ത് അവയിലൂടുന്ന വൈദ്യുതി ബാറ്ററികളിൽ ശേഷിച്ചു വെച്ച
ആവശ്യാനുസരണം ഉപയോഗിക്കാം. പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിലേക്ക് കണക്ഷൻ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ലൈനിൽ നിന്നെടുക്കാം. ഫാക്ടറികളിലും മറ്റും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൻതോതിൽ വൈദ്യുതി സംരക്ഷിക്കാവുന്നതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഇനി വരുന്നത് സൗരയുഗമാണ്. മാനവരാശി ഇന്ന് മൊത്തം ഉപയോഗിക്കുന്ന ഊർജത്തിൻ്റെ 10,000 ഇരട്ടിയിലേറെ ഊർജം നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ആവശ്യമായ സോളാർ എനർജി പവർ പ്ലാന്റുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് നോക്കാം. ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഭാരം കൊണ്ട് ഇപ്പോൾ നല്ലൊരു കൂട്ടം ആളുകൾ സോളാർ പവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ഉപകരണങ്ങൾ സോളാറിൽ പ്രവർത്തിപ്പിക്കാനായി ഉൾപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് അത്യാവശ്യത്തിന് പ്രവർത്തിപ്പിക്കേണ്ട ഉപകരണങ്ങൾ കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ പ്ലാന്റ് തിരഞ്ഞെടുക്കുന്നതാണ്. അതായത് കൂടുതൽ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തി 2000 വാട്ട് അഥവാ 5 മണിക്കൂർ പ്രവർത്തിക്കുന്ന പ്ലാന്റിനേക്കാൾ ഉത്തമം 1000 വാട്ട് 10-15 മണിക്കൂർ പ്രവർത്തിക്കുന്ന പ്ലാന്റാണ്. അതിനേക്കാൾ കൂടുതൽ നല്ലത്. ഇങ്ങനെയാണെങ്കിൽ കൂടി ഉപഭോക്താവിൻ്റെ കഴിവിനനുസരിച്ച് സോളാർ പവർ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി തീരുമാനിക്കാം. ഓരോ സോളാർ പാനലിൻ്റെയും ബാക്ക് ടൈം കപ്പാസിറ്റി വ്യത്യസ്തമാണ്. സൂര്യപ്രകാശമുള്ളപ്പോൾ മാത്രമേ സോളാർ പാനലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത രാത്രിയിലോ മേഘാവൃതമായ സമയത്തോ എത്ര സമയം പവർ പ്ലാന്റ് വൈദ്യുതി ലഭ്യമാകും എന്നതാണ് ബാക്ക് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് 1000 വാട്ട് പവർ ബാക്ക് ടൈം 7 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ സൂര്യപ്രകാശമില്ലെങ്കിലും 7 മണിക്കൂർ സമയം 1000 വാട്ട് വൈദ്യുതി ലഭിക്കും. കപ്പാസിറ്റിയും ബാക്ക് ടൈമും തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം ഉപഭോക്താവിന് സോളാർ കമ്പനികളെ സമീപിക്കാം.